എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്കൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി സാമൺ മീനാണ്. അപ്പോൾ സാമൺ മീൻ നമുക്ക് നോർവീജിയൻ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലാക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻ ഡിയും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷാണ്. ഇതിപ്പോൾ നാട്ടിൽ ലുലു മോളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം കിലോയ്ക്ക് 1500 2000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മുള്ളോട് കൂടിയിട്ടുള്ള സാമൺ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൊലിയോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. തൊലിയോട് കൂടി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിലാണ് കൂടുതൽ നെയ്യൊക്കെ ഉള്ളത്. അത് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ കുടംപുളി 4 കഷ്ണം വെള്ളത്തിൽ കുതിർത്തത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, പച്ചമുളക് ഒക്കെ വേണം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഒരു ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അത് ഇട്ട് മൂപ്പിക്കുക. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചോ അരിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളക് ഒന്ന് കീറിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയിട്ട് വരണം. ഇതേ സമയം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. അതുപോലെ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ പൊട്ടിച്ചാലും നല്ലതാണ്. പക്ഷേ നമ്മളിവിടെ ഉലുവപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ കുടംപുളി കുതിർത്ത് കഷ്ണങ്ങളാക്കിയത് അതിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചേർക്കാം. അപ്പം മസാലയൊക്കെ ഒന്ന്, ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ. മുളക് പൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും പകുതി എടുക്കാം. നമ്മളിവിടെ മൊത്തത്തിൽ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി നമ്മൾ 1.5 ടീസ്പൂണാണ് എടുക്കുന്നത്. എത്രയാണോ മുളക് പൊടി എടുത്തത് അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ അതിൽ കൂടരുത്, ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മണം നന്നായിട്ട് മാറണം. ഉലുവ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഞാനെപ്പോഴും സാമൺ മീൻ വെക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് അതിന് കൊടുക്കും. തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാമെന്നാണ്. ഞാനിവിടെ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഈ മീൻ വെക്കുന്നത്. നമുക്ക് അടച്ചു വെക്കാം. ഒരുപാട് പേര് സാമൺ മീൻ നമ്മുടെ നാട്ടിലെ ഏത് മീനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ശരിക്കുള്ള സാമൺ മീൻ എന്ന് പറയുന്നത് നോർവേയിലും അതുപോലെ നോർത്തേൺ പാർട്ടിലൊക്കെ ഉള്ള ഒരു കറുത്ത ഫിന്നോട് കൂടിയുള്ള ഒരു മീനാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. അത് നോർത്തേൺ സൈഡിലോട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഇതിപ്പോൾ നാട്ടിൽ ഇമ്പോർട്ടഡ് ആയിട്ട് നമ്മുടെ ലുലു മോളിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്ത റിലേറ്റീവ് എനിക്ക് അതിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ റേറ്റും ഈ അടുത്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നാട്ടിലും ഇത് കിട്ടും, ലുലു മോളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് ഒന്ന് കറി വെച്ച് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മുൻപ് കുടംപുളി ഇടാതെ വാളൻപുളി വെച്ചിട്ടുള്ള മീൻകറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുള്ളോട് കൂടിയിട്ടുള്ള 2 സാമണിൻ്റെ വലിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് തൊലിയോട് കൂടിയിട്ട് കറി വയ്ക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. നമ്മൾ ചെതുമ്പലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തൊലി നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കഴുകിയിട്ടുള്ളതാണ്. തൊലി ഇല്ലാതെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാമൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഞാൻ മീൻ കറിയിൽ എപ്പോഴും കുറച്ച് ചാറ് വെച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ചാറ് കുറച്ച് വെച്ച് പെട്ടെന്ന് മീൻ കറി തിളപ്പിച്ചെടുത്താൽ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് ചാറ് വെച്ചിട്ട് അത് തിളച്ച് വറ്റി പതുക്കെ ഇരുന്ന് വേവുമ്പോഴാണ് ആ മീൻ കറിക്കൊക്കെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അടച്ചു വെച്ച് നമുക്ക് ചെറുതീലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ മീൻ കറി ഇരിക്കും തോറും ഇതിൻ്റെ ചാറ് കുറുകിയും വരും. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിലേക്കൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. സ്പൂൺ വെച്ചിട്ട് അടിഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി മീൻ കറി റെഡിയായി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്